ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം റിലീസായി ഈ ആഴ്ച പ്രധാനമായും 4 മലയാള സിനിമകളാണ് തിയേറ്ററിലെത്തുന്നത്. മോഹൻലാൽ നായകനെ സത്യനാഥിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് പുരോഗമിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ചിത്രത്തിന്റെ ട്രെയിലറും റിലീസ് ചെയ്യപ്പെടുകയാണ്. ചിത്രത്തിന്റെ കേരള അഡ്വാൻസ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോൾ നിലവിൽ 90 ലക്ഷത്തോളം രൂപയാണ് ഇതുവരെ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ കേരളത്തിൽ നേടിയെടുത്തിട്ടുള്ളത്. വരുന്ന മണിക്കൂറുകളിൽ ഈ സിനിമയുടെ കേരള പ്രീ സെലക്ഷൻ 1 കോടി മറികടക്കും എന്നും ഉറപ്പായിട്ടുണ്ട്. ഓണം റിലീസായി ഓഗസ്റ്റ് 28 വ്യാഴാഴ്ച തിയേറ്ററിലെത്തുന്ന ലോക യൂണിവേഴ്സിലെ ചാപ്റ്റർ 1 ചന്ദ്ര ബുക്കിംഗ് തുടരുകയാണ്. നിലവിൽ പുറത്തു വന്നിരിക്കുന്ന കേരള പ്രീസെയിൽ റിപ്പോർട്ട് പ്രകാരം 47 ലക്ഷം രൂപയാണ് കേരളത്തിൽ ഈ സിനിമ ഇതുവരെ നേടിയെടുത്തിട്ടുള്ളത്. ചിത്രത്തിൽ നസ്ലിയൻ, കല്യാണി പ്രിയദർശൻ, ചന്തു സലീം കുമാർ, അരുൺ കുര്യൻ, വിജയരാഘവൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. അതോടൊപ്പം തന്നെ സണ്ണി വെയിൻ, ടോവിനോ തോമസ്, ദുൽഖർ സൽമാൻ എന്നിവർ കാമിയോ റോളിലും ഈ ചിത്രത്തിൽ എത്തിച്ചേരുന്നുണ്ട്. മമ്മൂട്ടിയുടെ കളങ്കാവൽ എന്ന സിനിമയുടെ ടീസറും ഓഗസ്റ്റ് 28 വ്യാഴാഴ്ച മുതൽ ലോക എന്ന സിനിമയ്ക്കൊപ്പം തിയേറ്ററിൽ പ്രദർശനം നടത്തും എന്ന അപ്ഡേറ്റും പുറത്തു വന്നിട്ടുണ്ട്. ഫൈസൽ ഫസലുദ്ദീൻ തിരക്കഥയിൽ സംവിധാനം ചെയ്യുന്ന മെയിനെ പ്യാർ കിയ എന്ന സിനിമ ഓണം റിലീസായി ഓഗസ്റ്റ് 29 വെള്ളിയാഴ്ചയാണ് തിയേറ്ററിലെത്തുന്നത്. ഹൃദു ഹാറൂൺ, പ്രീതി മുകുന്ദൻ, അസ്കർ അലി, റെഡിൻ കിങ്സ്ലി, അർജുൻ സുന്ദരേശൻ, ജിയോ ബേബി എന്നിങ്ങനെയാണ് ഈ സിനിമയിലെ പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ സെൻസറിംഗ് സർട്ടിഫിക്കറ്റ് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. UA13+ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയുടെ ഡ്യൂറേഷൻ 2 മണിക്കൂർ 26 മിനിറ്റാണ്. അൽത്താഫ് സലീം തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഓടുംകുതിര ചാടുംകുതിര എന്ന സിനിമയാണ് 4ാമത്തെ റിലീസ്. ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച് സെൻട്രൽ പിക്ചേഴ്സ് വിതരണം നടത്തുന്ന ഈ സിനിമ ഓഗസ്റ്റ് 29 വെള്ളിയാഴ്ചയാണ് തിയേറ്ററിലെത്തുന്നത്. ഫഹദ് ഫാസിൽ, കല്യാണി പ്രിയദർശൻ, രേവതി പിള്ള, വിനയ് ഫോർട്ട് എന്നിങ്ങനെയാണ് ഈ സിനിമയിലെ പ്രധാന താരങ്ങൾ. നേരത്തെ ഓണം റിലീസായി തിയേറ്ററിലെത്തിക്കാൻ പ്ലാൻ ചെയ്തിരുന്ന സിനിമയാണ് ബാൾട്ടി. ഉണ്ണി ശിവലങ്ക തിരക്കഥയിൽ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ഷെയ്ൻ നിഗം, ശാന്തനു ഭാഗ്യരാജ്, പ്രീതി അസ്രാണി, അൽഫോൺസ് പുത്രൻ എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമയുടെ പുതിയ റിലീസ് തീയതി സെപ്റ്റംബർ 26 ഇന്ന് ഈ സിനിമയിലെ ജാലക്കാരി എന്ന് തുടങ്ങുന്ന ഒരു ഗാനം യൂട്യൂബിലൂടെ റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി തിയേറ്ററിൽ പ്രദർശനം തുടരുന്ന വിവിധ സിനിമകളുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് വന്നാൽ, അർജുൻ അശോകന്റെ തലവര എന്ന സിനിമ ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത് 22 ലക്ഷം രൂപയാണ്. 4 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 1 കോടി 25 ലക്ഷം രൂപയുമാണ്. 5ാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 20 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ 5 ദിവസം കൊണ്ട് 1 കോടി 45 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. അർജുൻ അശോകൻ നായകനെ വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 1 തിയേറ്ററിലെത്തി ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ ഹൊറർ കോമഡി ഇന്റർനെറ്റ് സിനിമയാണ് സുമതി വളവ്. ഈ സിനിമ 25ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 12,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യ 25 ദിവസം കൊണ്ട് 19 കോടി 96 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 27 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ലോകേഷ് കനകരാജ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 14 തിയേറ്ററിലെത്തിയ സിനിമയാണ് കൂലി. ഈ സിനിമ 12ാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 16,25,000 രൂപയാണ് കളക്ട് ചെയ്തത്. 24 കോടി 60 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ 12 ദിവസത്തെ കേരള കളക്ഷൻ. തമിഴ്നാട്ടിൽ ഇന്നലെ വരെയുള്ള ആദ്യ 12 ദിവസം കൊണ്ട് 132 കോടി 70 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ആന്ധ്ര തെലങ്കാനയിൽ 64 കോടി 40 ലക്ഷം രൂപയും കർണാടക കളക്ഷനായി 42 കോടി 70 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ഹിന്ദി മേഖലയിൽ നിന്ന് 44 കോടി 75 ലക്ഷം ഉൾപ്പെടെ 308 കോടി 85 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. 12 ദിവസത്തെ ഈ സിനിമയുടെ വിദേശ കളക്ഷൻ 174 കോടി 65 ലക്ഷം രൂപയാണ്. ടോട്ടൽ 12 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 483 കോടി 50 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കൂലിക്കൊപ്പം ക്ലാഷ് റിലീസായി ഓഗസ്റ്റ് 14 തിയേറ്ററിലെത്തിയ വാർ 2 എന്ന ബോളിവുഡ് സിനിമ ഇന്നലെ കേരളത്തിൽ 1,05,000 രൂപയാണ് കളക്ട് ചെയ്തത്. 2 കോടി 6 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ 12 ദിവസത്തെ കേരള കളക്ഷൻ. സിനിമയുടെ 12 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 268 കോടി 25 ലക്ഷം രൂപയും വിദേശ കളക്ഷൻ 75 കോടി 50 ലക്ഷം രൂപയുമാണ്. 12 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 343 കോടി 75 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. കന്നഡയ്ക്ക് പിന്നാലെ കേരളത്തിലെ മികച്ച ഹോൾഡ് നിലത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സൂഫ്രം സോ എന്ന സിനിമയുടെ 25ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ചയിലെ കേരള കളക്ഷൻ 3,75,000 രൂപയാണ്. വേഫെയർ ഫിലിംസ് വിതരണത്തിനെത്തിച്ച ഈ സിനിമ 7 കോടി 75 ലക്ഷം രൂപ കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുണ്ട്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 112 കോടിയോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഓംബാലെ ഫിലിംസ് നിർമ്മിച്ച അശ്വിൻ കുമാർ സംവിധാനം ചെയ്ത മഹാവതാർ നരസിംഹ എന്ന ആനിമേഷൻ സിനിമയുടെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ 32 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 277 കോടി 50 ലക്ഷം രൂപയാണ്. വിദേശ കളക്ഷനായി 24 കോടി 50 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ടോട്ടൽ 302 കോടി രൂപയാണ് 32 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.